യേശുവിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നതിന് മൂപ്പന്മാർ സംഘം ചേർന്നു. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കറിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. യേശുവിനെ ഒറ്റുകൊടുക്കാൻ യൂദാ മൂപ്പന്മാരുമായി ഗൂഢാലോചന നടത്തി. വെറും 30 വെള്ളിക്കാശിനാണ് ഇസ്കറിയോത്ത് യൂദാ യേശുവിനെ ഒറ്റുകൊടുത്തത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയുള്ള തന്റെ മരണം അതിവേഗം അടുത്തു വരികയാണെന്ന് യേശുവിന് അറിയാമായിരുന്നതുകൊണ്ട് അവൻ പ്രാർത്ഥനയിൽ മുഴുകി. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷനായി. അവന്റെ വിയർപ്പിന്റെ കണങ്ങൾ ചോരത്തുള്ളി കണക്കിയെ നിലത്ത് വീണു. എഴുന്നേൽക്കൂ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. പറയൂ, ആരാണ് നിന്നെ അടിച്ചത്? പ്രവചിക്കൂ, ആരാണ് ഇനി നിന്നെ അടിക്കാൻ പോകുന്നത്? നീ ക്രിസ്തുവോ?